ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ആ കോക്ടെയിലിന്റെ ഒരു കൂട് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അതിന്റെ ഡോറ് ശരിയാക്കണതിന്റെ വീഡിയോ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ആ വീഡിയോ ആണ്. നമുക്ക് ഡോറ് ശരിയാക്കണം എങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് മറ്റേ കോട്ടിംഗ് ഉള്ള കമ്പി കിട്ടും. ഈ ഉള്ളിൽ ഇരുമ്പിൻ്റെ ഇത് വന്നിട്ട് മുകളിൽ കോട്ടിംഗ് ഉള്ള ആ കമ്പി നമ്മൾ ഇതേപോലെ നെറ്റിൻ്റെ ഇതിൽ 3 സൈഡ് നമ്മൾ ഇത് വെച്ച് ഇങ്ങനെ വളച്ച് കറക്റ്റാക്കി ആ ഒരു ഫ്രെയിമിൻ്റെ ഷേപ്പിൽ നമ്മൾ എടുക്കണം. ഇങ്ങനെ ചുറ്റിനും അതേപോലെ മടക്കും. അതിൽ ഒരു സൈഡ് നമ്മൾ മടക്കൂല, അത് നമുക്ക് മറ്റേ ഡോറ് കൂടുമ്പോഴോട്ട് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് അതിലോട്ട് മടക്കി കൊടുക്കേണ്ടതാണ്. ഇത് ഇതേപോലെ ഇങ്ങനെ ചുറ്റിനും നമ്മൾ ഇങ്ങനെ മടക്കി എടുക്കണം. നമുക്ക് ഇതേപോലെ മൂല നല്ല ക്ലിയർ ആയിട്ട് മടക്കിയെടുക്കണം. നല്ല കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു ഡോറാണ്. നമ്മ ഒരു കൂട് റെഡിയാക്കിയാൽ അതിൽ ഏറ്റവും ഒരു കറക്റ്റ് ഇതിൽ വരാത്തത് ഡോറായിരിക്കുള്ളൂ. അപ്പൊ അത് നമ്മൾ കറക്റ്റാക്കി ചെയ്യാം. പിന്നെ അതെ ഇതിന്റെ ഈ സെന്ററായിട്ട് നമ്മ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു കുളത്ത് പോലെ റെഡിയാക്കണം. അതാണ് നമ്മ കൂടുമ്പ കുളത്തായിട്ട് വെക്കണത്. ഇത് ഇതേപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. നല്ല ഷേപ്പിൽ ആ പ്ലെയർ നല്ല രീതിക്ക് ഉള്ള പ്ലെയർ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വളച്ചെടുക്കാം. ഇതേപോലെ വളച്ചങ്ങാട്ട് എടുക്കുക. ഏതാണ്ട് ഒരു 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 2 സെന്റിമീറ്റർ ഒക്കെ നീളത്തിൽ ഇങ്ങനെ എടുത്തിട്ട് മടക്കിയെടുക്കുക. ഇതേപോലെ പയ്യെ ഇതാക്കി മടക്കിയാണ്ട് എടുക്കുക. നല്ലൊരു ഷേപ്പിലാക്കി എടുക്കുക. ഇതാണ് നമ്മൾ ലോക്ക് ചെയ്തിടാനായിട്ട് എടുക്കുന്നത്. ഇതാണ് മടക്കിയിട്ട് അതും അതേപോലെ ബാക്കി സൈഡിലോട്ട് ഇങ്ങനെ മടക്കി മറ്റേ നമ്മുടെ കമ്പി മടക്കി വെച്ച് കൊടുക്കുക. വേണ്ട, നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി ഇതേപോലെ ചുറ്റിനും പിന്നെയും ഇങ്ങനെ മടക്കി എടുക്കുക. അതിൻ്റെ മൂല വരുമ്പോൾ അതേപോലെ തന്നെ ബെൻഡാക്കി ആ സൈഡിലോട്ട് ആക്കാം. അങ്ങനെ നമ്മൾ 3 സൈഡും അതേപോലെ ആയിട്ട് എടുക്കും. വേണ്ട, ഇതിങ്ങനെ മടക്കി ക്ലിയർ ആക്കി എടുക്കുക. അപ്പൊ അത് ഏകദേശം നമ്മുടെ 3 സൈഡ് നമ്മൾ മടക്കി കഴിഞ്ഞു. ഇനി അതിന്റെ ആ ഒരു സൈഡിൽ കമ്പികൾ നീണ്ടു നിൽപ്പുണ്ട്. അതാണ് നമ്മൾ ഡോറ് മറ്റേ കൂടുമ്പലോട്ട് ഫിക്സ് ചെയ്യണത്. അങ്ങനെയാണ്. ഇതേപോലെ ഒരു കുളത്ത് ഉണ്ടാക്കി എടുക്കുക. ഈ കുളത്ത് നമ്മ ഡോറുമ വെക്കും. ഡോറിന്റെ അടിയിലായിട്ട് നമ്മ വളച്ച് വെക്കും. ഇതും സിമ്പിളായിട്ട് വെറുതെ ഒരു കഷ്ണം കൊടുത്തിട്ടെങ്കിൽ ഇതേപോലെ ബെൻഡാക്കി എടുക്കണതാണ്. എന്നിട്ട് അത് നമ്മ ഡോറുമലോട്ട് വെച്ചിട്ടാണ് മടക്കി വെച്ചിട്ട് നമ്മുടെ ഡോർ അടയുമ്പോൾ ഇതിലോട്ട് വന്ന് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മ ഒരു കമ്പി വെച്ചാണ് ലോക്ക് ചെയ്യണത്. ഇത് ഇനി ആ ലോക്ക് ചെയ്യാനുള്ള കമ്പി ഉണ്ടാക്കണതാണ്. ഇതേപോലെ തന്നെ ഒരു നീളത്തിലൊരു കമ്പി എടുക്കുക. അതിൽ നമ്മ ഒന്ന് വളച്ചെടുക്കണം. അതിൻ്റെ ഒരു അറ്റം നമ്മൾ ഇതേപോലെ ഒന്ന് വളച്ചെടുക്കുക. അത് നമ്മൾ ആ ഡോറിൻ്റെ ഏകദേശം ഇത്തിരി ടോപ്പിലായിട്ട് ഇതേപോലെ കൊളത്തി വെക്കാം. എന്നിട്ട് അത് നമ്മൾ മടക്കി വെച്ച് ലോക്ക് ചെയ്ത് വെക്കാം. അത് ടൈറ്റാക്കി വെക്കാം. അതിനുശേഷം നമ്മുടെ ആ ലോക്ക്, നമ്മുടെ ഡോറുമ വെക്കണ ആ ലോക്കില്ലേ, അത് ഇവിടെ വെച്ചിട്ട് ഇതിനെ ഒന്ന് ആ കമ്പി ഒന്ന് ബെൻഡാക്കി എടുക്കണം. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണ രീതിയിൽ ഒന്ന് ബെൻഡാക്കി എടുക്കണം. അപ്പോൾ അത് നമ്മുടെ അളവ് എടുത്തിട്ട് ബെൻഡാക്കണതാണ്. അതിന് ബെൻഡാക്കിയതിന് ശേഷം ആ ബെൻഡായ സ്ഥലത്ത് തന്നെ ഇത്തിരി ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു ചെറിയൊരു ബെൻഡും കൂടി ഇടണം. അപ്പോഴേ അത് അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ലോക്കായിട്ടിരിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ വെച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതേപോലെ ഇത്തിരി തീങ്ങിയിട്ട് ഒരു ചെറിയൊരു ബെൻഡും കൂടെ കൊടുക്കുക. അപ്പോൾ അതിലോട്ട് ലോക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്യണത്. അതായത് ഇതേപോലെ ആണ്ട് കയറ്റുക. എന്നിട്ടൊന്ന് ടൈറ്റ് ആയില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ലോക്കായിട്ടിരുന്നോളൂ. നമ്മുടെ ഡോറിന്റെ അപ്പോൾ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൊണ്ടുപോയി അതുമ്മ ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഈ കമ്പി ഇങ്ങനെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ഡോറിന്റെ പണി കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം.